അമ്മേ, എന്താ എന്താ ഇവിടെ? അമ്മേ, ഇവന് അച്ഛനെ എന്നിട്ട് ഈ വീട്ടിൽ തന്നെ. വേണ്ട, നീ നിന്റെ പോലീസും ചേർന്ന് എന്നെ ബോധ്യപ്പെടുത്താനാണ് ഈ വേഷം കെട്ടെങ്കിൽ അത് വേണ്ട. നിനക്ക് എന്ന് തുടങ്ങിയടാ നിന്റെ അച്ഛനോട് ഇത്ര സ്നേഹം? ദയവ് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ല, ഇവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ട് ഞാൻ പോവും. ഈ ലോകത്ത് എന്റെ അമ്മയെ മാത്രം എനിക്ക് ബോധിപ്പിക്കണം, ഞാനല്ല എന്റെ അച്ഛനെ കൊന്നതെന്ന്. പറയടാ, ആരടാ നിന്റെയൊക്കെ പിന്നില്? ആരടാ നിന്റെയൊക്കെ പിന്നില്? പറയാൻ ആരടാ എന്റെ അച്ഛനെ കൊന്ന്? ഇവനെ തല്ലിക്കൊന്നാലും പറയില്ലടാ. എനിക്കറിയാം ആരാണെന്ന്. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ഞാൻ പറയാം. ആ, നീ ഇതുവരെ എഴുന്നേറ്റില്ലായിരുന്നു? ഇന്നലെ ശകലം ലേറ്റായി. ശരി, ഞാൻ കുറെ നേരം കാത്തിരുന്നായിരുന്നു. എന്താ രാവിലെ? എനിക്കൊന്ന് അമ്പലത്തിൽ പോണം. അമ്പലത്തിലേക്കോ? അതെ, 20 കൊല്ലങ്ങൾക്ക് ശേഷം. ആ പിന്നെ ഞാൻ ഇന്നലെ നമ്മുടെ ഉണ്ണിയുടെ അടുത്ത് പോയിരുന്നു. പരസ്പരം എല്ലാ വിഷമങ്ങളും പറഞ്ഞു തീർത്തു. അവൻ വെറും പാവാ മോനെ, ശുദ്ധപാവം. ഇപ്പൊ എന്റെ മനസ്സ് മുഴുവൻ കുറ്റബോധ. നമുക്കെന്താടാ ഭ്രാന്തായിരുന്നു? ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് ഒടുവിൽ നമ്മുടെ ഉണ്ണിയെ ഓർക്കുമ്പോ തന്നെ സഹിക്കാൻ വയ്യ.